20 വർഷക്കാലമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഈ വാർഡ് 100% ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിലും. ഇവിടുത്തെ ജനങ്ങൾ അതിനെല്ലാം പൂർണ്ണ സജ്ജരായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ മപ്പാട്ടുകരയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ മപ്പാട്ടുകരയിൽ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസാണ്. 100% ഞങ്ങൾ വിജയിക്കും. എതിരാളി ആര് എന്നുള്ളതല്ല, ഇവിടെ രാഷ്ട്രീയ മത്സരമാണ്, ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, സൗഹാർദ്ദ മത്സരമാണ്. മറ്റുള്ള തരത്തിലുള്ള ഒരു ചർച്ചയും ഈ നാട്ടിൽ 100% ഇത്തവണ ഇടതുപക്ഷം മപ്പാട്ടുകരയിൽ വിജയിക്കും. ശക്തമായ രാഷ്ട്രീയവും വികസനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പഞ്ചായത്ത് കൂടിയാണ് പുലിക്കല്ലൂർ. മപ്പാട്ടുകര ഈസ്റ്റിൽ 8ാം വാർഡിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് LDF സ്ഥാനാർത്ഥി CK മുഹമ്മദ് ഷിയാദാണ്. അദ്ദേഹം പ്രചരണവുമായി ഏറെ മുന്നേറി കഴിഞ്ഞു. ഷിയാദ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എന്ത് പറയണം, ആദ്യഘട്ട പ്രചരണമൊക്കെ കഴിഞ്ഞാണ്? ആദ്യ 1-2 റൗണ്ടോളം ഈ വാർഡിലെ എല്ലാ വീടുകളിലും ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യഘട്ട പ്രചരണം എന്നുള്ള രൂപത്തിൽ എല്ലാ വീടിലും എല്ലാ ആളുകളിലും സംസാരിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2ാം ഘട്ട പ്രചരണത്തേക്ക് കടക്കുകയാണ്. എന്താണ് ഒരു എക്സ്പീരിയൻസ്? നമുക്ക് ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ, അതുകൊണ്ട് ആളുകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഈ വാർഡ് കഴിഞ്ഞ ഒരു 5 വർഷക്കാലം, ഒരു 4.5 വർഷക്കാലം ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരും നോക്കാനില്ലാത്തൊരവസ്ഥയിലുണ്ടായിരുന്നായിരുന്നു. ആ സമയത്ത് ഈ പഞ്ചായത്തും വില്ലേജും മറ്റുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നത് ഞാനായിരുന്നു എന്നൊരു തികഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും, ഈ നാട്ടിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും എന്നെ നേരിട്ട് അറിയാവുന്നതാണ്. അതിന് മറ്റൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഈ നാടിന് തന്നെ ഇല്ല. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ പ്രചരണ ദിവസങ്ങളിലെല്ലാം കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ആളുകൾ, അമ്മമാർ, മറ്റുള്ളവരൊക്കെ കണ്ടൊക്കെ ഉണ്ടാവും. എന്തൊക്കെയാണ് അവരുടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആളുകൾക്ക് ഈ നാടിലൊരു മാറ്റം വരണമെന്നുള്ള തരത്തിലേക്കുള്ള ഒരു പ്രതികരണങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 100% ഈ വാർഡ് 20 വർഷക്കാലമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഈ വാർഡ് 100% ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിലും. ഇവിടുത്തെ ജനങ്ങൾ അതിനെല്ലാം പൂർണ്ണ സജ്ജരായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ മപ്പാട്ടുകരയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയാവുന്നത്? രാഷ്ട്രീയം മാത്രമാണോ? രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സൗഹാർദ്ദ മത്സരമാണ് മപ്പാട്ടുകരയിലുള്ളത്. മറ്റ് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളോ മറ്റുള്ള തലത്തിലോട്ടോ ഒന്നുമില്ല. തികച്ചും ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നു പോകുന്നത്. നാട്ടിലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ഇപ്പോൾ റോഡ്, വെള്ളം, കുടിവെള്ളം, പുഴയുണ്ട്, പാലുണ്ട്. മപ്പാട്ടുകരയൊക്കെ എനിക്ക് തോന്നുന്നു പാലൊക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ളൊരു ഇവിടെ പ്രധാനമായിട്ട് ഈ നാടിൻ്റെ ഏറ്റവും വലിയ വിഷയം നെല്ലായി മപ്പാട്ടുകര റോഡായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും, മുമ്പ് ഈ നെല്ലായിന്ന് മപ്പാട്ടുകര വരെ വരാൻ ഉണ്ടായിരുന്ന ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്ക് അറിയണ്ടാവും. കഴിഞ്ഞ ഒരു 9 വർഷക്കാലമായി പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മൂസിൻ ഇടപെട്ടതിൻ്റെ ഭാഗമായും ഇവിടുത്തെ പാർട്ടി എന്ന രൂപത്തിൽ ഞാനും ഇവിടുത്തെ പുലിക്കല്ലൂരിലെ പാർട്ടിയും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പോൾ വന്ന റബ്ബറൈസ് റോഡ് ഈ മപ്പാട്ടുകര സെൻറ്ററിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, റോഡിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഏകദേശം 0 to 4 കിലോമീറ്റർ വരെ മാത്രമാണ് PWDയുടെ കൈവശമുള്ളത്. ബാക്കി ഈ 4 കിലോമീറ്റർ നിന്നിട്ട് മപ്പാട്ടുകര സെൻറ്റർ വരെയുള്ള ഭാഗം നിലവിലും പഞ്ചായത്ത് റോഡാണ്. ഈ ചുറ്റുവട്ടത്തുള്ള റോഡുകളിൽ
PWD റോഡല്ലാത്ത ഒരു റോഡ് നല്ല ആധുനിക രീതിയിൽ റബ്ബറൈസ് ചെയ്തത് ഈ റോഡ് മാത്രമാണ്. അതിന് തന്നെ കഴിഞ്ഞ UDF ഭരണസമിതിയുടെ മുമ്പത്തെ UDF ഭരണസമിതിയുടെ കാലത്ത് അതിന് പഞ്ചായത്തിൽ നിന്ന് അനുമതി തരാതെ വൈകിപ്പിച്ചു കൊണ്ടുപോയത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി അതിന് വേണ്ട ഇടപെടലെല്ലാം നടത്തി റോഡ് നല്ല രീതിയിൽ ആധുനികവൽക്കരിച്ച് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിലൂടെ വരുന്ന ഒരു കാഴ്ച ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസന പ്രശ്നങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് കൂടുതലൊന്നും ഇവിടെ ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം ജനങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പട്ടാമ്പി മണ്ഡലത്തിലെ തന്നെ വലിയൊരു പദ്ധതിയാണ് അണ്ടർപാസ്, റെയിൽവേ അണ്ടർപാസ്. ആ അണ്ടർപാസിന് 6 കോടി രൂപ ഭരണാനുമതി നേടി ഫണ്ട് റെയിൽവേക്ക് അടക്കുന്ന ഘട്ടം വരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ഈ നാട്ടിലെ CPIM-ൻ്റെയും പട്ടാമ്പി MLA-യുടെയും LDF-ൻ്റെയും നേതൃത്വത്തിൻ്റെ ഒരു കഴിവാണ് അത് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വികസന കാര്യങ്ങളിൽ ഇവിടെ മപ്പാട്ടുകരയിലെ LDF-ൻ്റെ ഒരു പങ്കെന്ത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ വികസനപരമായ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും, എല്ലാ വികസന വിഷയങ്ങളും ചർച്ച ചെയ്യും വേണം ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളൊക്കെ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ചർച്ചയാവുന്നുണ്ട്. അതൊക്കെ ഈ വോട്ട് ചോദിക്കാൻ നിങ്ങൾ വിഷയമാക്കുന്നുണ്ട്. അതിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിങ്ങളവിടെ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അവിടെ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുക. 3600 രൂപ വെച്ച് എല്ലാ വീടുകളിലും എത്തി തുടങ്ങി. 2000 രൂപ വർദ്ധിപ്പിച്ചത് ആളുകളുടെ കയ്യിലെത്തി. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പെൻഷൻ. അതുകൂടാതെ 1000 രൂപ സ്ത്രീകൾക്ക് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പദ്ധതി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അത് ഈ നാട്ടിലും ചർച്ചയായിട്ടുണ്ട്. പിന്നെ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ തീർച്ചയായിട്ടും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാവുന്നതാണ്. അത് ഈ മപ്പാട്ടുകരയിലും ചർച്ചയായിട്ടുണ്ട്. എതിർ സ്ഥാനാർത്ഥി നമുക്കറിയാം കോൺഗ്രസിലൊരു മുതിർന്ന നേതാവാണ്, നാട്ടുകാരൻ തന്നെയാണ്, ദീർഘകാലമായിട്ട് മുൻ മെമ്പറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്താണ്, ഒരു ശക്തമായ പോരാട്ടം തന്നെയാണോ നടക്കുന്നത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിലവിലെ മപ്പാട്ടുകരയിൽ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസാണ്. 100% ഞങ്ങൾ വിജയിക്കും. എതിരാളി ആര് എന്നുള്ളതല്ല, ഇവിടെ രാഷ്ട്രീയ മത്സരമാണ്, ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, സൗഹാർദ്ദ മത്സരമാണ്. മറ്റുള്ള തരത്തിലുള്ള ഒരു ചർച്ചയും ഈ നാട്ടിലില്ല. 100% ഇത്തവണ ഇടതുപക്ഷം മപ്പാട്ടുകരയിൽ വിജയിക്കും. UDF-ൻ്റെ ഒരു സിറ്റിംഗ് വാർഡാണ്, അപ്പോൾ അത് പിടിച്ചടക്കും തന്നെയാണ് പറയാം. പിടിച്ചടക്കും, 100% പിടിച്ചടക്കും. അത് ഇടതുപക്ഷം വീണ്ടും കുലിക്കല്ലൂർ പഞ്ചായത്ത് ഭരിക്കാൻ പോകുമ്പോൾ 8ാം വാർഡ് ഇത്തവണ ഇടതുപക്ഷത്തിന് കരുത്തേകി കൊണ്ട് പഞ്ചായത്തിലുണ്ടാവും. പഞ്ചായത്തിൽ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഒരു പൾസ് അറിയേണ്ടാവും കുലിക്കല്ലൂരിൻ്റെ വിചാരിക്കുന്നു. ദീർഘകാലമായിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റൊപ്പം കാണാറുള്ള ആളാണ്. എന്താണ് പറയുക കുലിക്കല്ലൂരിൻ്റെ മൊത്തത്തിലൊരു രാഷ്ട്രീയ കാലാവസ്ഥ? കഴിഞ്ഞൊരു 5 വർഷക്കാലം നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾക്ക് എത്ര തവണ പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു സമരങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്.
പഞ്ചായത്തിനെതിരായിട്ട് ഒരു സമരം പോലും UDF കഴിഞ്ഞ 5 വർഷം കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തേക്ക് നടത്തേണ്ട ആ ഗതി വന്നിട്ടില്ല. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും 100% ഒരഴിമതി ആരോപണം മറ്റുള്ള തരത്തിലുള്ള ഒരാരോപണം പോലും ഇല്ലാതെ കഴിഞ്ഞ 5 വർഷം ഒറ്റ പ്രസിഡന്റ്, കുലുക്കല്ലൂരിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ പ്രസിഡന്റിൽ എത്തിച്ചത് CPM കഴിഞ്ഞ 5 വർഷം. അതിൻ്റെ മുന്നുണ്ടായിരുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. ഡെയിലി നിങ്ങൾ മുളയങ്കാവിലുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ 5 വർഷം. കഴിഞ്ഞ വർഷം നിങ്ങൾ മുളയങ്കാവിലേ കണ്ടിട്ടില്ല. നിങ്ങൾ വന്നിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ പരിപാടികൾ ഷൂട്ട് ചെയ്യുക, അല്ലാതെ പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭ പരിപാടി പോലും ഈ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടന്നിട്ടില്ല. അതാണ് വീണ്ടും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ വരും. അതൊക്കെയാണ് ആത്മവിശ്വാസം. 100% അതിൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ എന്തായാലും സിയാദ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാർഡ് മാത്രമല്ല, കുലുക്കല്ലൂർ പഞ്ചായത്തിലും ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ എത്തും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. 2 ഘട്ട പര്യടനം അദ്ദേഹം വാർഡിൽ പൂർത്തിയാക്കി. ഇനിയും പ്രചരണ പരിപാടികളുമായി മുന്നേറാനുണ്ട്. എന്തായാലും പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സിയാദ് ഈ വാർഡിൽ 8ാം വാർഡ് ഒപ്പാട്ടുകര ഈസ്റ്റിൽ പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.